ന്യൂസ് ബ്രേക്സിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സമിതി പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പൊതു പണിമുടക്ക് തുടങ്ങി. ഓട്ടോ ടാക്സി തൊഴിലാളികളും സമരത്തിൽ. അവശ്യ സർവീസുകളെയും ശബരിമല മാരാമൺ തീർത്ഥാടകരെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പണിമുടക്കിൽ പങ്കെടുക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്കെതിരെ സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. ദീർഘദൂര സർവീസുകൾ നടത്തുമെന്ന് KSRTC അറിയിച്ചു. കൊച്ചി മെട്രോയും സർവീസ് നടത്തും. ഇതിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശ് എന്നിവർ ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സ്, വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാന തലസ്ഥാനം ഏത് രീതിയിലാണ് ഈ ദേശീയ പണിമുടക്കിനോട് പ്രതികരിക്കുന്നത്? ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്റ്റിന, വെരി ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റിന, വിവിധ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് പുതിയ ലേബർ കോഡ് പിൻവലിക്കുക, ഒപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമം അത് പുനഃസ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ പണിമുടക്ക് 24 മണിക്കൂർ പണിമുടക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പ്രഖ്യാപിച്ചത്. ആ പണിമുടക്ക് കേരളത്തിലും പുരോഗമിക്കുന്നു. ഒരുപക്ഷെ പണിമുടക്ക് അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിൽ ഉണ്ടാവുക കേരള സംസ്ഥാനത്തായിരിക്കും എന്നുള്ളതാണ് തൊഴിലാളി നേതാക്കളുടെ തന്നെ അവകാശവാദം. ഞാൻ നിൽക്കുന്നത് തമ്പാനൂരിലാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ ട്രെയിൻ യാത്രക്കാർ, വന്നിറങ്ങുന്ന ട്രെയിൻ യാത്രക്കാർ അവർ ഇവിടെ നിന്ന് പോകുന്നതാണ്. അതായത് ചെറിയ രീതിയിൽ ഓട്ടോ റിക്ഷ സർവീസുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു 7 മണി 8 മണിയോടുകൂടി ആ ഓട്ടോറിക്ഷ സർവീസുകളും നിർത്തും അതെന്നാണ് മനസ്സിലാക്കുന്നത്. നിരത്തുകൾ നിശ്ചലമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. അതായത് ഇരുചക്ര വാഹനങ്ങളും മറ്റ് കാറുകളും മറ്റുമൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. പോലീസിന്റെ വലിയ തോതിലുള്ള ബന്ദോബസ്ത് ഇപ്പോൾ തന്നെയുണ്ട്. ആശുപത്രി സർവീസുകളെ ബാധിക്കാതിരിക്കാൻ പോലീസ് മുൻകരുതൽ സ്വീകരിക്കുന്നുണ്ട്. ആശുപത്രിയിലേക്ക് എത്തുന്നവർ, പ്രത്യേകിച്ച് RCC അതുപോലെ മറ്റ് അത്യാവശ്യങ്ങൾ എയർപോർട്ടിലേക്കൊക്കെ എത്തുന്നവരെ പോലീസ് അവരുടെ വാഹനങ്ങളിൽ എത്തിക്കും എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സമരത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ പണിമുടക്കിന് CPM-ഉം CPI-യും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക്, അതായത് INTUC സ്വന്തം നിലയ്ക്ക് പണിമുടക്കിൽ ഭാഗമാകുമെന്നവർ അറിയിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും ആളുകൾ സഹകരിക്കണമെന്നാണ് നേരത്തെ തന്നെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നേതാക്കൾ അറിയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അവശ്യ സർവീസുകളെ ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പാൽ, പത്രം, ആംബുലൻസ്, ഒപ്പം തന്നെ ശബരിമല മാരാമൺ തീർത്ഥാടകരൊക്കെ അതുപോലെ റെയിൽവേ സർവീസിനൊക്കെ ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. നിർബന്ധപൂർവ്വം ആളുകളെ തടയാനോ മറ്റക്രമങ്ങളിലേക്ക് പോകരുതോ എന്ന നിർദ്ദേശവും നേതാക്കൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡ് കാണാം. ബസ് സ്റ്റാൻഡ്, അതായത് തമ്പാനൂർ ബസ് ടെർമിനലാണ് കാണുന്നത്. ഇന്ന് രാവിലെ ഞാൻ 6 മണിക്കാണ് ഇവിടേക്ക് എത്തുന്നത്. 6 മണിക്ക് ശേഷം ഒരു KSRTC ബസ് പോലും അവിടെ നിന്ന് സർവീസ് നടത്തിയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. KSRTC ഭാഗികമായി സർവീസ് നടത്തുമെന്ന് KSRTC മാനേജ്മെൻറ്റ്, ഭാഗികമായെന്നല്ല, KSRTC സർവീസ് നടത്തുമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷ ഒരുപക്ഷെ ഭാഗികമായി സർവീസ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം BMS ഈ സമരത്തിൽ പങ്കാളികളല്ല. BMS പങ്കെടുക്കുന്നില്ല. BMS-ഉം അതുപോലെ മറ്റ് സന്നദ്ധരായി വരുന്ന തൊഴിലാളികളെ വെച്ച്, ജീവനക്കാരെയും വെച്ച് KSRTC റൺ ചെയ്യാമെന്നൊരു പ്രതീക്ഷ KSRTC മാനേജ്മെന്റിനുണ്ടായിരുന്നു. പക്ഷേ KSRTC പൂർണ്ണമായത് ഈ ഘട്ടത്തിൽ നിശ്ചലമാണ്. ദീർഘദൂര ബസ്സുകൾ പോലും ഓടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഈ റൂറലിലൊക്കെയുള്ള സ്ഥിതി എന്താണെന്നുള്ള കാര്യം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ ഈ റൂറൽ ബസ് ഡിപ്പോകളിൽ നിന്നുള്ള സർവീസുകളെയാണ് ഈ വഴിയിൽ തടയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതെന്താണെങ്കിലും ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ജില്ലയുടെ പലയിടങ്ങളിൽ നിന്ന് അത്തരം ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നിലവിൽ ഓട്ടോറിക്ഷകൾ ഭാഗികമായി സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ട മറ്റു സർവീസുകളെല്ലാം മുടങ്ങും. അതായത് ബാങ്കിംഗ് അടക്കമുള്ള മറ്റു സർവീസുകളെല്ലാം മുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന, ഓക്കെ അലക്സ്, നമുക്ക് കൊച്ചിയിലേക്ക് പോകും. അവിടെ വിപിൻ സി വിജയനുണ്ട്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചി മെട്രോ ഇന്ന് മുടങ്ങില്ല എന്ന് പറയുന്നുണ്ട്. ഈ പൊതുഗതാഗത സംവിധാനം അതിനെ ഏത് തരത്തിൽ ബാധിക്കും? കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ഇന്നത്തെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും, ജനജീവിതത്തെ ഈ പണിമുടക്ക് ബാധിക്കുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് രാവിലെ മുതൽ തന്നെ ഒക്കെ തന്നെ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ഒരു കാര്യം. അപ്പോൾ ആദ്യത്തെ KSRTC ഇങ്ങോട്ടേക്ക് വരുന്നു. ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. കൊട്ടാരക്കരയിൽ നിന്നുള്ള KSRTC ആണ് ഇപ്പോൾ ഈ വൈറ്റില ഹബിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രി 12 മണി മുതലുള്ള ഈ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. ഈ തട്ടുകടകളൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അവയൊക്കെ തന്നെ അടയ്ക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ളവ ഒന്നും തന്നെ ഇന്ന് നിരത്തിലേക്ക് ഓടുന്നില്ല. ചെറിയ രീതിയിൽ അതിലുള്ള ചില വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്കുള്ള വാഹനങ്ങളൊന്നും തന്നെ ഇന്ന് നിരത്തിലിറങ്ങിയിട്ടില്ല. സ്വകാര്യ വാഹനങ്ങളും ഒരു പേരിന് മാത്രം എന്നുള്ളതാണ് കൊച്ചിയിലെ ഇപ്പോഴത്തെ ഒരു കാഴ്ച. ഒപ്പം തന്നെ മെട്രോ ഇന്ന് സർവീസ് നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 6:30 മുതൽ മെട്രോ സർവീസ് ഉണ്ടാകും. പക്ഷേ അവിടേക്ക് ആളുകൾക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ അവിടുത്തെ ടാക്സി സർവീസ് ഉണ്ടാകുമെന്നുള്ളത് ടാക്സി
ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നു. ഈ വൈറ്റില ഹബ്ബിൽ നിർത്തിയിട്ടിരിക്കുന്ന സ്വകാര്യ വാഹനങ്ങളൊക്കെയാണ് കാണുന്നത്. ഒറ്റ ബസ് പോലും ഈ ഒരു സമയം മുതൽ ഇങ്ങോട്ടേക്ക് വരികയോ ഇവിടുന്ന് പോവുകയോ ചെയ്തിട്ടില്ല. ഇനി 7:15 കൂടി ഒരു മൂന്നാർ ബസ്സാണ് വരാനുള്ളത്. ആ മൂന്നാർ ബസ് കാത്തു നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ വിദേശ പൗരന്മാരുൾപ്പെടെയുള്ളവർ ഇതിൽ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടേക്കാ? You from? Hyderabad. Hyderabad. We are waiting for the bus, but there's a strike going on, so we'll see what happens. Thank you. മൂന്നാറിലേക്കാണ് ഹൈദരാബാദിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു സ്ട്രൈക്കിനെ സംബന്ധിച്ച് അറിഞ്ഞിരുന്നില്ല. എന്തായാലും അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി 7:15 ബസ് ഇപ്പോൾ ചേർത്തല മാത്രം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. മറ്റ് വാഹനങ്ങൾക്ക് എല്ലാ സുരക്ഷയും ഒരുക്കുന്നതിന് വേണ്ടി പോലീസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. പക്ഷേ KSRTC ജീവനക്കാരൊക്കെ പണിമുടക്കുന്നു. മറ്റ് സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ സ്കൂളുകൾക്കും ഇതിനോടകം തന്നെ അവധി നൽകിയിരിക്കുന്നു. ഈ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരമാണ്. അതുകൊണ്ട് തന്നെ IT മേഖല ഉൾപ്പെടെയുള്ളവ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് പണിമുടക്കുകളെ പോലെ തന്നെ ഈ ഒരു പണിമുടക്കും അതൊരു ഹർത്താലിന് സമാനമായ സാഹചര്യത്തിലേക്ക് പോകാനാണ് സാധ്യത. ഇന്ന് ഇപ്പോൾ CITയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എളമരം കരീം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു വിപിൻ C. വിജയൻ. കൊച്ചി മെട്രോ എന്തായാലും പണിമുടക്കില്ല. പാൽപത്രം തുടങ്ങിയ അവശ്യ സേവനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ കൊച്ചി വൈറ്റില ഹബ്ബിൽ വാഹനങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. ഒരു വാഹനം മാത്രമായിട്ട് KSRTC ബസ് മാത്രമാണ് എത്തിച്ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് രാജ്യതലസ്ഥാനത്തേക്കാണ്. അവിടെ ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനം ഏത് രീതിയിലാണ് ഈ പണിമുടക്കിനോട് പ്രതികരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. 10 ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ ഈ പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകളിൽ രാജ്യ തലസ്ഥാനത്തെ ഒട്ടും തന്നെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുന്നുണ്ട് വാഹനങ്ങൾ. അത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങുന്നുണ്ട് സാധാരണ നിലയിൽ തന്നെ. അതേസമയം മറ്റ് വ്യാവസായിക മേഖലയെ ആയിരിക്കും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുപണിമുടക്ക് ബാധിക്കുക. അത് രാവിലെ ഈ ഫാക്ടറികൾ അടക്കമുള്ളവ വ്യവസായശാലകൾ തുടങ്ങുന്ന സമയം ആകുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ ആഘാതം എത്രത്തോളം എന്നുള്ളത് വ്യക്തമാവുക. അത് ഡൽഹിക്ക് സമീപമുള്ള ഗാസിയാബാദ്, ഫരീദാബാദ്, ഗുരുഗ്രാം ഉൾപ്പെടെയുള്ള മേഖലകളിലെ തൊഴിൽശാലകളെ ആയിരിക്കും കാര്യമായ ഈ പണിമുടക്ക് ആഘാതമുണ്ടാക്കുക. ഡൽഹിയിലെ ടാക്സി, മോട്ടോർ തൊഴിലാളികൾ അടക്കമുള്ളവർ ഇന്നും സർവീസ് നടത്തുന്നുണ്ട്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള പൊതുപണിമുടക്കുകളിലോടൊന്നും തന്നെ അനുഭാവപൂർവമായ ഒരു സമീപനം ഡൽഹിയിലെ തൊഴിലാളികൾ സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് ചരിത്രം. ഇത്തവണയും അതിൽ നിന്നും വ്യത്യസ്തമല്ല സാഹചര്യം. എന്നാൽ ഈ പണിമുടക്കുന്ന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ 2 ഇടങ്ങളിലാണ് ജന്തർ മന്ദർ അടക്കം പ്രതിഷേധങ്ങൾ നടക്കുക. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രതിഷേധം ജന്തർ മന്ദറിൽ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ വ്യവസായശാലകൾക്ക് പുറത്ത് പണിമുടക്കുന്ന തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അത് രാവിലെ മുതൽ തന്നെ ആരംഭിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, അത് 4 തൊഴിൽ കോഡുകൾ അടക്കമുള്ളവ പിൻവലിക്കണം, ഇന്ത്യ US വ്യാപാര കരാർ തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് 10 ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ഇത്തരത്തിൽ ഒരു 24 മണിക്കൂർ പൊതുപണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ആ പൊതുപണിമുടക്കിന് രാജ്യത്തെ 500ഓളം കർഷക സംഘടനകളുടെ പിന്തുണയുള്ള സംയുക്ത കിസാൻ മോർച്ചയും ഒപ്പം തന്നെ കർഷക തൊഴിലാളി സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകൾ ഈ ഒരു പൊതുപണിമുടക്കിൽ നിശ്ചലമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യവ്യാപകമായി 30 കോടി തൊഴിലാളികൾ ഈ ഒരു പൊതുപണിമുടക്കിന്റെ ഭാഗമാകും എന്നാണ് തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി 1000-ലേറെ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുപണിമുടക്കിനോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുപണിമുടക്കിൽ പൂർണ്ണമായും നിശ്ചലമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജാർഖണ്ഡും പശ്ചിമ ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ പൊതുപണിമുടക്ക് കാര്യമായി തന്നെ ആഘാതമുണ്ടാക്കും എന്നാണ് കണക്കാക്കുന്നത്. ക്രിസ്റ്റീന. രാജ്യതലസ്ഥാനത്ത് ഉത്തരേന്ത്യയിലും ഒക്കെ ഈ പൊതു പണിമുടക്ക് കാര്യമായി ജനജീവിതം സ്തംഭിപ്പിക്കുമെന്നാണ് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. നിഖിൽ പ്രമേഷ് ഉണ്ട് ഇവിടെ. നിഖിൽ, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് എന്താണ് അവസ്ഥ? ഈ പൊതു പണിമുടക്ക് ആരംഭിച്ചിട്ട് കുറച്ച് സമയമായല്ലോ. കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നമുക്കറിയാം ഈ സാധാരണ അതായത് പൊതുഗതാഗതത്തെ കൂടുതലായി ആശ്രയിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹർത്താലിൻ്റെ പ്രതീതി ഈ മാവ് റോഡിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അത്
അധികമാകില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ നിന്ന് പോകുന്ന ആദ്യത്തെ ഒരു KSRTC സ്വിഫ്റ്റ് ബസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ KSRTC സ്റ്റാൻഡിന് മുന്നിലാണ് ഉള്ളത്. നമുക്കിതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഒരുപാടധികം ആളുകളെ കാണുന്നുണ്ട്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചൊരു പണിമുടക്കാണ് എന്നിരിക്കുകയും ഇവിടേക്ക് ഒരുപാടധികം ആളുകൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലരും ബസ്സുകൾ സർവീസ് നടത്തിയേക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. അതിൽ ദീർഘദൂര യാത്രക്കാരാണ് ഏറ്റവും കൂടുതലായുള്ളത്. ഞാൻ ആ മാവൂർ റോഡിൻ്റെ ഒരു ദൃശ്യം കാണിച്ചത് തന്നെ ഏത് തരത്തിലാണ് ഇന്നത്തെ പണിമുടക്ക് ഒരു ഹർത്താൽ പ്രതീതിയിലേക്ക് മാറുന്നത് എന്നുള്ള കാഴ്ചകൾ കാണിക്കാനായിരുന്നു. പൊതുഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. സർവീസുകളൊന്നും തന്നെ നടത്തുന്നില്ല. ഏതാനും ഓട്ടോറിക്ഷകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. മറ്റൊരു കാര്യം കൂടി പറയാം കൃഷ്ണ, അതായത് അതിരാവിലെ മുതൽ വാഹനങ്ങളും മറ്റും തടയും, കടകൾ അടപ്പിക്കുമെന്നുള്ള കാര്യമൊക്കെ നേരത്തെ തന്നെ തൊഴിലാളി സംഘടനകൾ അറിയിച്ചിരുന്നെങ്കിലും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഏതാണ്ട് 20 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് നമ്മുടെ ബ്യൂറോയിലേക്ക് എത്തുന്നത്. ഈ വഴിയിലൊന്നും തന്നെ ഈ യാത്രക്കാരെ തടയുകയോ അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അല്പസമയം കൂടി കഴിയുമ്പോഴായിരിക്കും അങ്ങനെ ഈ വാഹനങ്ങൾ തടയുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുക. ഇപ്പോൾ KSRTC ഡിപ്പോയിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു, ഒരു സ്വിഫ്റ്റ് ബസ് കടന്നു പോകുന്നത് കണ്ടു. അതല്ലാതെ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ തടയുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ചേട്ടൻ എങ്ങോട്ട് പോകാനാ? ഞാൻ മെഡിക്കൽ കോളേജിൽ ഉണ്ടോ? വരുമോ? വരുന്നുള്ള പ്രദേശത്തിരിക്കാണ്. വന്നാ വന്നില്ലെങ്കില്ല. ഞാൻ തിരൂരിന്ന്. എവിടുന്ന് വരുന്നേ? ഞാൻ തൃശ്ശൂരിന്ന്. കുടുങ്ങിയെന്ന് പറയണ്ടോ? എസ്കാനോട് നമ്മൾ അന്വേഷണം പറ. ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞോ വണ്ടി ഏത് വരാൻ? ഇല്ലെന്നേ, വണ്ടി ഇല്ല. പാലക്കാട്ടേക്ക് മാത്രം വണ്ടി ഇല്ല. ബാക്കി ബത്തേരി ഉണ്ട്, വടകര ഉണ്ട്, കണ്ണൂരുണ്ട്, ഈ പണ്ടത്തേക്കൊക്കെ ഉണ്ട്. അങ്ങോട്ടില്ല. 1-2 വണ്ടി പോയോ ഇവിടുന്ന്? പാലക്കാടേക്ക് ഇവിടുന്ന് ഒരു കോപ്പും പോയില്ലേ. ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ മെഡിക്കൽ കോളേജാ. അടുത്തേക്ക് തന്നെയാണ്. അടുക്കല്ലേ, കുഴപ്പമില്ല. വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ വല്ല ഓട്ടോറിക്ഷ വിളിച്ച് പോയച്ചിട്ട്. എവിടുന്നാ വരുന്നത്? ഞാൻ എറണാകുളത്ത് നിന്ന്. പണിമുടക്കിനെ കുറിച്ച് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 1 മണിക്ക് വന്നതാണ്. പിന്നെ നിങ്ങൾ പൊളിച്ചേക്ക് വന്നു? 1 മണിക്ക് ഇവിടെ എത്തിക്കണേ. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ബസ് വന്നേക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ആളുകളാണ്. കോഴിക്കോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കൊക്കെ ഒരുപാടധികം ആളുകൾ ഈ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയാസം തന്നെയാണ്. പക്ഷേ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യവ്യാപകമായി ഇന്ന് തൊഴിലാളികൾ പണിമുടക്കുകയാണ്. ഇതിൽ സംസ്ഥാന സർക്കാർ ഇന്ന് ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ പണിമുടക്കാണ്. ജനജീവിതത്തെ കാര്യമായി ബാധിക്കുമെന്നാണ് കരുതുന്നത്. കൊച്ചി മെട്രോ രാത്രി 10 മണി വരെ സർവീസ് നടത്തും. ആലുവയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് ഫീഡർ സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24-ന്റെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുന്ന സമയമാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശ്. ആദ്യം നമ്മൾ പോകുന്നത് കോഴിക്കോട് നിന്നുള്ള വാർത്തകളിലേക്കാണ്. കോഴിക്കോട് കൊടുവള്ളി കച്ചേരിമുക്കിൽ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് 12-കാരിക്ക് ദാരുണാന്ത്യം എന്ന വാർത്തയാണ്. കച്ചേരിമുക്ക് കളത്തിങ്കൽ റഷീദിന്റെ മകൾ തൻഹയാണ് മരിച്ചത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. നിഖിലെ, രാവിലെ തന്നെ നമുക്ക് ഒരു ദുഃഖവാർത്തയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? വിവരങ്ങൾ. കൃഷ്ണ, തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കൊടുവള്ളി കച്ചേരിമുക്കിലെ കളത്തിങ്കൽ റഷീദ് എന്നയാളുടെ മകളായിട്ടുള്ള തൻഹയാണ് മരിച്ചത്. 12 വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം. ഈ അപകടം സംഭവിച്ചത് ഈ കുട്ടിയുടെ പഴയ വീടിനോട് ചേർന്ന് വളരെ മുകളിലായിരുന്നു വൈദ്യുതി ലൈൻ ഉണ്ടായിരുന്നത്. സമീപകാലത്താണ് പുതിയ വീട് നിർമ്മിച്ചത്. അതിനുശേഷം അല്പം കൂടി ഈ വീട് ഉയർത്തിയാണ് പണിതിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്പം കൂടി വീട്ടിൽ നിന്ന് തൊടാൻ പറ്റുന്ന തരത്തിലേക്കായിരുന്നു ഈ വൈദ്യുതി ലൈനിൻ്റെ കിടപ്പ്. അങ്ങനെ ഇന്നലെ അബദ്ധത്തിൽ ഈ കുട്ടി അതിൽ ടച്ച് ചെയ്തു പോവുകയും അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഇതിന് പിന്നാലെ ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഈ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാത്തതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. 12 വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ഈ അപകടം നടക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ആളുകൾ, വീടിനോട് ചേർന്ന് അടുത്ത വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. കൃഷ്ണ, കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു നിഖിൽ പ്രമേശിനെ. നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് അവിടെ. അലക്സ്, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്നിപ്പോൾ നമ്മൾ തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്?
ക്രിസ്റ്റിന, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പ്രധാനപ്പെട്ട വാർത്ത. SITയുടെ അന്വേഷണം നമ്മൾ നേരത്തെ SITയുടെ അന്വേഷണ പുരോഗതിയും മറ്റുമൊക്കെ ഹൈക്കോടതി വിലയിരുത്തിയത് കണ്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സന്നിധാനത്ത്, അത് കട്ടിളപ്പാളിയിലും അതുപോലെ ദ്വാരപാലക ശില്പത്തിലുമൊക്കെ ഉള്ള ഈ സ്വർണം ശേഖരിച്ചുകൊണ്ട് നടത്തിയ രാസപരിശോധനാ ഫലമാണ്. VSCയിലാണ് ആ പരിശോധന നടത്തിയത്. പക്ഷേ എത്രത്തോളം സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടതെന്ന് കണ്ടെത്താൻ ഇനിയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. തുടർന്നാണ് വീണ്ടും സമാനമായ പരിശോധന, അതായത് ആ സ്വർണം ശേഖരിച്ചുള്ള പരിശോധന വീണ്ടും നടത്താൻ SITക്ക് ഹൈക്കോടതി അനുമതി നൽകിയത്. ഇതിന്റെ ഭാഗമായി SIT സംഘം ഇന്ന് സന്നിധാനത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 2 ദിവസം കൂടി, അതായത് ഇന്നടക്കം 3 ദിവസം കൂടി SIT സംഘം സന്നിധാനത്തുണ്ടാകും. ഈ കട്ടിളപ്പാളിയിൽ നിന്നും മറ്റുരുപ്പടികളിൽ നിന്നടക്കം സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കുന്നതായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വിവിധ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ സാമ്പിൾ പരിശോധനയ്ക്ക് വിവിധ ഏജൻസികളെ സമീപിക്കാമെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ എക്സ്റേ, ഫ്ലോറോസിൻ സ്പെക്ട്രോസ്കോപ്പി, ICP-MS, OES പരിശോധനകൾക്ക് വേണ്ടിയാണ് ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നത്. മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ, ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, ഹൈദരാബാദിലെ ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവിടങ്ങളിലാണ് പരിശോധനയായി പരിഗണനയ്ക്കുള്ളത്. ഇതിലെവിടേക്കാണ് ഈ സാമ്പിളുകൾ അയക്കുന്നതെന്ന് ഈ മാസം 19-നകം ഹൈക്കോടതി അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ, അതായത് കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് KS ബൈജു കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ ഹർജിയാണ് പരിഗണിക്കുന്നത്. നേരത്തെ N വാസു, അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള 5 പേർ ഈ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയിരുന്നു. N വാസു കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ഇതാണ് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തൊന്നാകെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി താപനില വർദ്ധിക്കുകയാണ്. അത് അങ്ങനെ തന്നെ, അതായത് കടുത്ത വേനലിലേക്ക് സംസ്ഥാനം കടന്നിട്ടില്ല. പക്ഷേ സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും പകൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് പലയിടങ്ങളിലും രേഖപ്പെടുത്തുന്നത്. അത് ആളുകൾക്ക് അനുഭവേദ്യമാകുന്ന ചൂടാകട്ടെ, അതിലും കൂടുതലാണ്. അതായത് ഹീറ്റ് ഇൻഡെക്സ് വളരെ കൂടുതലായി പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കണ്ണൂർ എയർപോർട്ടിലാണ്. 37.2 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഉയർന്ന ചൂട് തുടരാൻ സാധ്യതയുള്ളതിനാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സൂര്യാതപം, അതുപോലെ നിർജ്ജലീകരണം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം കുടിക്കണം. പകൽ സമയത്ത് നേരിട്ട് ഈ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം തുടങ്ങിയ നിരവധിയായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേരളം ചുട്ടുപൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതാണ് അലക്സ് റാം മുഹമ്മദ് പങ്കുവച്ചത്. ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. നമുക്ക് ഈ ദേശീയ വാർത്തകൾ എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 1ാം പാദം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും സംസാരിച്ചിരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വന്ദേമാതരം സംബന്ധിച്ചുള്ള പുതിയ ഉത്തരവ്, അതിനെതിരായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്നും തുടരും. അതേസമയം സഭ ഇന്ന് പിരിച്ചുവിട്ടേക്കുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ടെങ്കിലും സർക്കാർ വൃത്തങ്ങൾ അക്കാര്യം ഇതുവരെയും സ്ഥിരീകരിക്കുന്നില്ല. രാജ്യസഭയിൽ ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയും. ഒപ്പം തന്നെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനന്തരവൻ ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നും പൈലറ്റിന്റെ പൂർവ്വചരിത്രത്തിൽ ദുരൂഹത ഉണ്ട് എന്നും, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ പല രേഖകളും ഇനിയും പുറത്തു വരാത്തത് എല്ലാം തന്നെ സംശയം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാക്കിയ അപകടം ഒരു അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നതായുള്ള ആരോപണവുമായി രംഗത്തുണ്ട്. അന്താരാഷ്ട്ര ഏജൻസികളുടെ അന്വേഷണമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. ബൽറാം നെടുങ്ങാടിയാണ് നമ്മൾ ദേശീയ തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നു കൊച്ചിയിലേക്കാണ്. വിപിൻ സി വിജയൻ ചേരുന്നു വീണ്ടും. വിപിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് നമ്മൾ മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അത് വളരെ നിർണായകവുമാണ്. 3 കേസുകളിൽ 2 കേസുകളിൽ കീഴ്ക്കോടതി ഇതിനോടകം തന്നെ ജാമ്യം നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. ഒന്നാമത്തെ ബലാത്സംഗ കേസിലാണ് ഇന്ന് ഹൈക്കോടതി ജാമ്യം പരിഗണിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ നോട്ട് ടു അറസ്റ്റ് നൽകിയിരുന്നു. ഇതേ തുടർന്നിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയൊരുങ്ങിയത്. ഇപ്പോൾ ഒന്നാമത്തെ
കേസിൽ ജാമ്യം പരിഗണിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിച്ചിരിക്കുന്നത്. എന്നാൽ അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനമാണ് നടന്നത് എന്നുള്ളത് ഈ അതിജീവിതയും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും വാദിക്കുകയാണ്. ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ഉത്തരവ് പറയുകയും ചെയ്യും. ക്രിസ്റ്റീന. ശരി, വിപിൻ സി വിജയനാണ് മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളുടെ വിവരങ്ങളുമായി ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. ഇന്നലെ രാത്രിയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന കിരൺ തോമസും സാജൻ തോമസും പോലീസ് സ്റ്റേഷനിലെത്തി സ്വമേധയാ കീഴടങ്ങിയത്. ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബംഗളൂരുവിൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നുവെന്നാണ് സൂചന. മറ്റ് 4 പ്രതികളും പിടിയിലായതോടെയാണ് കിരണും സാജനും കീഴടങ്ങിയത്. അതേസമയം കേസിൽ സംശയ നിഴലിലുള്ള ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിന് പിന്നിൽ ഗുണ്ടാപ്പിരിവാണോ അതോ കൊട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:30യോടെയായിരുന്നു സ്പായിൽ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. അതിജീവിതയുടെ സഹപ്രവർത്തകയെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് ഇന്ന് നിർണായക ദിനം. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു സമർപ്പിച്ച അപ്പീലിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കും. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധിയും ശിക്ഷാവിധിയും റദ്ദാക്കണമെന്നാണ് ആന്റണി രാജുവിന്റെ ആവശ്യം. മാജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിയാൽ ആന്റണി രാജുവിന് MLA-ആയി തിരികെ എത്താം. അപ്പീൽ തള്ളിയാൽ MLA സ്ഥാനം തിരികെ ലഭിക്കില്ല. മാത്രമല്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. അഭിഭാഷകനായിരിക്കെ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയ സംഭവത്തിലാണ് ആന്റണി രാജുവിനെ നെടുമങ്ങാട് മാജിസ്ട്രേറ്റ് കോടതി 3 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നത്. മദ്യത്തിന് പേരും ലോഗോയും ക്ഷണിച്ച ബെവ്കോ പരസ്യത്തിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പൊതു താൽപര്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും ബെവ്കോയ്ക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ബെവ്കോയുടെ വാർത്താക്കുറിപ്പ് ചോദ്യം ചെയ്താണ് ഹർജി. മദ്യത്തിന് പേരും ലോഗോയും ക്ഷണിച്ച നടപടി മദ്യം ഉപയോഗിക്കാനുള്ള പ്രേരണയാകില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. നേരിട്ട് ചെയ്യാനാകാത്തത് പരോക്ഷമായി ചെയ്യുന്നതാണ് സർക്കാർ നടപടിയെന്നും വിമർശനമുണ്ടായി. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഇനി കായിക വാർത്തകൾ. T20 ലോകകപ്പിൽ ജയം തുടർന്ന് വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെ 30 റൺസിന് തോൽപ്പിച്ചു. 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 166-ന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. പുറത്താകാതെ 43 റൺസുമായി സാംകരൻ പൊരുതിയെങ്കിലും ഇംഗ്ലണ്ടിനെ ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 196 റൺസ് എടുത്തത്. 76 റൺസ് നേടിയ ഷെർഫേൻ റൂഥർഫോർഡാണ് വെസ്റ്റ് ഇൻഡീസിന്റെ വിജയശില്പി. വെസ്റ്റ് ഇൻഡീസിന്റെ 2ാം ജയമാണിത്. 2020 ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയ്ക്ക് ഇന്ന് 2ാം മത്സരം. രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ നമീബിയയാണ് എതിരാളികൾ. മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് കളിച്ചേക്കും. 10ാം പതിപ്പിലെത്തി നിൽക്കുന്ന 2020 ലോകകപ്പിൽ ഇന്നേ വരെ ഒരു ടീമും തുടർച്ചയായി 10 കളികളിൽ ജയിച്ചിട്ടില്ല. ഒറ്റ മത്സരം കൂടി ജയിച്ചാൽ ടീം ഇന്ത്യക്ക് സ്വന്തം ആ ചരിത്ര നേട്ടം. ഇന്ത്യയുടെ അപരാജിത കുതിപ്പിൽ രോഹിത് ശർമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ബാറ്റണുമായി അമേരിക്കയ്ക്കെതിരായ ജയത്തോടെ ആദ്യ ലാപ്പ് ഗംഭീരമായി ഫിനിഷ് ചെയ്തു കഴിഞ്ഞു സൂര്യകുമാർ യാദവ്. ഇനി 2ാം ലാപ്പിൽ എതിരാളികൾ നമീബിയ. സൂര്യയുടെ ഐതിഹാസിക ബാറ്റിംഗ് കരുത്തിലായിരുന്നു അമേരിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ ജയം. ആദ്യ കളിയിൽ പിഴച്ചെങ്കിലും ഇന്ത്യയുടെ കരുത്തുറ്റ ബാറ്റിംഗ് നിര ഡൽഹിയിൽ കത്തിക്കയറുമെന്ന് കരുതാം. 2020-ലെ 1ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ അസുഖബാധിതനായതിനാൽ സഞ്ജു സാംസൺ ഇഷാൻ കിഷനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും. ടീമിലെ സ്ഥാനം നിലനിർത്താൻ സഞ്ജുവിന് വമ്പൻ പ്രകടനം അനിവാര്യം. ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്ന സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും തിരിച്ചെത്തും. അങ്ങനെയെങ്കിൽ പുറത്തുപോകുന്നത് മുഹമ്മദ് സിറാജോ അർഷ്ദീപ് സിംഗോ എന്നതിലാണ് കൗതുകം. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ കുൽദീപ് യാദവിനെ കൂടി ഉൾപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നെതർലൻഡ്സിനോട് തോറ്റു തുടങ്ങിയ നമീബിയയ്ക്ക് ലോക ചാമ്പ്യന്മാരെ അട്ടിമറിക്കാമെന്ന അതിമോഹമൊന്നുമില്ല. എന്നാൽ മാന്യമായ പ്രകടനം തന്നെയാണ് നമീബിയയുടെ ലക്ഷ്യം. ബാറ്റർമാർക്ക് മുൻതൂക്കമുള്ള ഡൽഹി പിച്ചിൽ റൺമഴ കാണാമെന്ന ആരാധകരും പ്രതീക്ഷിക്കുന്നു. സ്പോർട്സ് ഡെസ്ക് 24. കേന്ദ്ര ബജറ്റിൽ തമിഴ്നാടിനെ അവഗണിച്ചതിനെതിരെ DMK സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. രാവിലെ 10:30-ക്കാണ് പ്രതിഷേധം. ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ മന്ത്രിമാരും സഖ്യകക്ഷികളിലെ പ്രധാന നേതാക്കളും സമരത്തിന്റെ ഭാഗമാകും. വാർഡ് തലം മുതൽ കോർപ്പറേഷൻ തലത്തിൽ വരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം അമ്പൂരി കുമ്പിച്ചൽ പാലം യാഥാർത്ഥ്യമാക്കിയത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനവിഭാഗത്തിനു വേണ്ടിയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മേഖലയിലെ ടൂറിസത്തിനു കൂടി മുതൽക്കൂട്ടാകുന്നതാണ് പാലമെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. അമ്പൂരിയിലെ കുമ്പിച്ചൽ പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു.
നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസാണ്. എന്തായാലും പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. എത്രയോ കാലങ്ങളായി ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു, പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലയിലുള്ള ഒരു കുടിയേറ്റക്കാരുടെയൊക്കെ. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു നീക്കങ്ങൾ എങ്ങനെയായിരുന്നു? ഇവിടുത്തെ MLA ശ്രീ CK ഹരീന്ദ്രൻ്റെ മുൻകൈയിലാണ് ഈ പദ്ധതി വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ 2016 വന്നതിന് ശേഷം നിരവധി പാലങ്ങൾ, റോഡുകളാണ് ഈ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ നടപ്പിൽ വന്നിട്ടുള്ളത്. ഒരു 10-30 കൊല്ലം കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള, കാരണം ഫണ്ടിൻ്റെ ഒരു കുറവൊക്കെ ഉള്ളത് കാരണം സാധിക്കേണ്ട പദ്ധതികൾ ഈ 10 കൊല്ലത്തിനിടയിൽ സാധിച്ചു എന്നുള്ളതാണ്. അതിന് കിഫ്ബി എന്നൊരു സംവിധാനത്തിന് രൂപം കൊടുത്തു. അങ്ങനെ പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങളൊക്കെ വന്നു. ഈ പാലെടുത്തു കഴിഞ്ഞാൽ ദീർഘകാലത്ത് ആവശ്യമാണ്. 11 ഉന്നതികളിലുള്ളവരുടെ ആശ്വാസ പാലമാണിത്. പാർക്ക് വേണ്ടിയാണ് ഇടതുപക്ഷ സർക്കാർ വികസനം നടപ്പിലാക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാലം. ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിന് ആശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.